ബഹുമാന്യരെ, നൗഷാദ് അവതരിപ്പിച്ച പ്രബന്ധത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് വിട്ടുപോയ ചില കണ്ണികൾ പൂരിപ്പിക്കാനും ചരിത്രപരമായ ഒരു വിശകലനം നടത്താനുമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 1990-കളിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നു. ഇന്ത്യയിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമായിരിക്കുന്നു, മറ്റൊന്ന് ഒരു മൂന്നാം മുന്നണി. അതായത് ഇന്ത്യ എമ്പാടുമുള്ള മേഖലകളിൽ, ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും, വിവിധ സംസ്ഥാനങ്ങളിൽ, കേന്ദ്ര മേഖലകളിലെല്ലാം തന്നെ വളരെ പ്രാമാണികരായ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അതായത് ഭരണവർഗത്തോട് ചേർന്ന് നിൽക്കുന്ന, ഭരണവർഗത്തിൽ നിന്ന് ഭിന്നിച്ചു നിൽക്കുന്ന, ജനാധിപത്യത്തിനകത്തുള്ള വ്യത്യസ്തമായ അടിച്ചമർത്തപ്പെട്ടവരുടെയും പീഡനം അനുഭവിക്കുന്നവരുടെയും സാമൂഹ്യ മർദ്ദനങ്ങൾക്ക് വിധേയരായവരുടെയും പ്രതിനിധികളും അവരുടെ അനുഭവമുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമാണ് ഈ വാദം ഉന്നയിച്ചത്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമായിരിക്കുന്നു. ഈ രണ്ടാം സ്വാതന്ത്ര്യം ഉയർന്നു വന്ന ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട് BP സിംഗ് എടുത്ത തീരുമാനമാണ്. അതായത് ഇന്ത്യയിലെ 52% പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ്, BP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായിട്ട് ഇന്ത്യയിലെ സവർണ ന്യൂനപക്ഷം രംഗത്ത് വരികയുണ്ടായി. ഈ സമരത്തെ വിലയിരുത്തിക്കൊണ്ട് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നമ്മുടെ ബാലഗോപാൽ പറഞ്ഞത്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് എതിരായിട്ടുള്ള സമരത്തിലാണ് ഇന്ത്യയുടെ ജാതീയ മുഖം, ഇന്ത്യ എന്താണ്, ഇന്ത്യ എങ്ങനെയാണ് ജാതിയാൽ മുദ്രിതമായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യയിലെ 85% ജനങ്ങളെ ഭരിക്കുന്നത് അവര് രാഷ്ട്രീയ പാർട്ടികളുടെ നിറമെന്തായാലും കൊടിയെന്തായാലും അവരെല്ലാം തന്നെ 15% സവർണരാണെന്നും ഈ സവർണ ബ്രാഹ്മണ മേധാവികളിൽ നിന്നും മോചനത്തിന് വേണ്ടി ഒരു ദേശീയമായ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമായിരിക്കുന്നു എന്നാണ് അന്ന് പ്രഖ്യാപിച്ചത്. മറ്റ് ഒരു സാഹചര്യം ലഭിച്ചെന്ന് ബാബറി മസ്ജിദിന്റെ തകർച്ചയാണ്. അത് ബാബറി മസ്ജിദിനെ തകർത്തതാണ്. ബാബറി മസ്ജിദിനെ തകർക്കുന്ന പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കുക, ഇത് പൊതു വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒരു മതേതരത്വത്തിന്റെ ലംഘനം എന്നൊക്കെയാണ് വാസ്തവത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ഒരു മതേതരത്വത്തിന്റെ ലംഘനം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തിയിരിക്കുന്ന ന്യൂനപക്ഷാവകാശങ്ങളുടെ ലംഘനവും അതേപോലെ തന്നെ വിശ്വാസ സ്വാതന്ത്ര്യത്തിന്റെ നിഷേധവുമാണ് വാസ്തവത്തിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിന് മറ്റൊരു പ്രത്യേകത, കേവലമായ ഒരു സംഘപരിവാർ പദ്ധതി എന്നതിനുപരി ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെ പിൻബലത്തോടെയാണ്. അതായത് 1980-കളിൽ ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത, ഒരൊറ്റ സംസ്കാരം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്നതോടുകൂടി ഇന്ത്യയിലെ വൈവിധ്യമുള്ള ജനതകളെ മതപരമായി, ഭാഷാപരമായി, ലിംഗപരമായി, വംശീയമായി വിഭജിതമായ വൈവിധ്യമുള്ള ജനതകളുടെ നേര് ഭരണകൂടത്തിന്റെ പിൻബലത്തോടുകൂടിയുള്ള അടിച്ചമർത്തലുകൾ നടപ്പാക്കപ്പെടുന്ന കാലഘട്ടത്തിലാണ് 90-കളിൽ അതിന്റെ മൂർധന്യഘട്ടം എന്നുള്ളതിലാണ് ഇത് കാണുന്നത്. നമുക്കത് 1984-ൽ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ ഏതാണ്ട് 4000 സിഖുകാരാണ് കൊല്ലപ്പെടുന്നത്. ഇതിന് പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മാത്രമല്ല ഗവൺമെന്റിന്റെയും കൂടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പരമോന്നത ഘടനയായ ഇന്ത്യ ഗവൺമെന്റിന്റെയും കൂടെ പിന്തുണയോടെ നടന്ന ഈ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉയർന്നു വരുന്നത്. ഇതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നണി വിഭാഗങ്ങൾ ആരാണ് ഈ വിഭജനം ആഗ്രഹിച്ചതെന്ന് നാം പരിശോധിച്ച് നോക്കുക. ഈ 85% ജനങ്ങളാണ്. അതായത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങള്, പിന്നോക്ക വിഭാഗങ്ങള്,
ദളിതുകള്, അതേപോലെ തന്നെ വംശീയമായ വിഭാഗങ്ങള്, മതഭാഷാ വിഭാഗങ്ങള്, ഇവരെല്ലാം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം ആഗ്രഹിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാം മുന്നണിയെ പറ്റിയുള്ള സങ്കല്പം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തത്. ഈ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് കേവലമായ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണിയായിരുന്നില്ല, മറിച്ച് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അണിനിരക്കുന്നതും ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണതയിലേക്ക്, അതായത് ഭൂരിഭാഗം ജനങ്ങളുടെ ഒരു ഭരണ വ്യവസ്ഥയാക്കി തീർക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നുമാണ് വാസ്തവത്തിൽ മൂന്നാം മുന്നണി എന്നുള്ള സങ്കല്പം ഉയർന്നു വരുന്നത്. അത് കേവലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നണിയായിരുന്നില്ല, രാഷ്ട്രീയ സംഘടനകളുടെ ഐക്യമുന്നണിയായിരുന്നില്ല, വലതുപക്ഷത്തിലേക്ക് പോകുന്ന മുന്നണിയായിരുന്നില്ല, ഇടതുപക്ഷത്തിലേക്കുള്ള കക്ഷികൾ പിന്മാറ്റമായിരുന്നില്ല, മറിച്ച് വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അവരുടെ ഇവിടെ പ്രബന്ധ അവതാരകൻ പറഞ്ഞ പോലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് അവരുടെ സ്വത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവരുടെ മൗലികമായ അവകാശവും സമ്പത്തിന്റെ അധികാരത്തിന്റെയും പദവിയുടെയും പങ്കാളിത്തം നൽകിക്കൊണ്ട് ഒരു യഥാർത്ഥ ജനാധിപത്യത്തിലുള്ള സങ്കല്പമാണ് അന്ന് ഈ 1990-കൾ ഉയർന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മറ്റു പ്രതിഭാസവും നടക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ആഗോളവൽക്കരണം നടക്കുന്നത്. അതായത് 1990-കളിലാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗ് ആഗോളവൽക്കരണത്തിന്റെ നയം പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനമുണ്ട്. അതായത് ആഗോളവൽക്കരണം എന്ന് പറയുന്നത് മൂലധനത്തിന്റെ ഇറക്കുമതി മാത്രമല്ല, മൂലധനത്തോടൊപ്പം ശാസ്ത്ര സാങ്കേതിക ജ്ഞാനങ്ങളുടെയും കൂടി ഇറക്കുമതിയാണെന്നുള്ള അവകാശം പറയുകയുണ്ടായി. അതായത് ഇന്ത്യയിലെ പിന്നണി നിൽക്കുന്ന സാമ്പത്തിക മേഖലയുടെ പരിഷ്കരണവും കൂടി ആഗോളവൽക്കരണം ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ആഗോളവൽക്കരണത്തെ വിലയിരുത്തുമ്പോൾ വാസ്തവത്തിൽ അത് വ്യത്യസ്ത ജനവിഭാഗങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത്, എങ്ങനെയാണ് അവരുടെ വിഭവ മേഖലകളെ, അവരുടെ തൊഴിൽ ശക്തിയെ, അവരുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥയെ ബാധിക്കുന്ന രീതിയിൽ ഒരു വിശകലനം നടത്താതെ ഇതിനെല്ലാം തന്നെ ഇന്ത്യയുടെ മുഴുവൻ പ്രശ്നങ്ങളും, ഇന്ത്യ നേരിടേണ്ട മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കുവാനായിട്ട് ആഗോളവൽക്കരണത്തെ എതിർക്കുക എന്നൊരു നയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ വൈവിധ്യങ്ങളിനകത്തുള്ള ഈ രാഷ്ട്രീയത്തെ തമസ്കരിച്ചിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും സോഷ്യലിസ്റ്റുകൾക്കും അതേപോലെ തന്നെ പുത്തൻ ഇടതുപക്ഷ സഹയാത്രികൾക്കും എല്ലാം ഒരു പങ്കുണ്ട്. വാസ്തവത്തിൽ ആഗോളവൽക്കരണം തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ആഗോളവൽക്കരണത്തെ എതിർക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ആഗോളവൽക്കരണം അനിവാര്യമായത്, ഒരു സ്റ്റേറ്റിന്റെ നടപടിയായതെന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ത്യക്കുള്ളിൽ എന്തുകൊണ്ട് ഒരു ശാസ്ത്ര സാങ്കേതിക ജ്ഞാനം വികസിപ്പിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഉത്പാദന ബന്ധങ്ങൾ, ഉത്പാദന മേഖലകളെ ശാസ്ത്ര സാങ്കേതിക ജ്ഞാനത്തിൽ വികസിപ്പിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഇന്ത്യയിൽ ഇന്നും അന്ധവിശ്വാസത്തിലും അടിമത്വത്തിലും വിറകലിപ്പിച്ചിരിക്കുന്ന ഈ ജാതി വ്യവസ്ഥയിൽ, ജാതീയ തൊഴിലുകളിൽ നിലനിൽക്കുന്ന, ജാതീയ മൂല്യങ്ങളിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളാണ്. അപ്പോൾ ഇന്ത്യക്കുള്ള സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു മാറ്റം, ഒരു സാമൂഹ്യ പരിഷ്കരണത്തിലൂടെയുള്ള രാഷ്ട്രീയ പരിഷ്കരണത്തിലൂടെ സാമൂഹ്യ പരിഷ്കരണവും രാഷ്ട്രീയ പരിഷ്കരണവും സംയോജിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം കണ്ടെത്താതെ കേവലമായ ആഗോളവൽക്കരണത്തെ എതിർക്കുക എന്നുള്ള ഏക അജണ്ടയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ തിരിച്ചുവിട്ടത് ഇവിടുത്തെ ഇടതുപക്ഷങ്ങളാണ്. ഇവിടെ ഇടതുപക്ഷങ്ങളുടെ ഏറ്റവും ഈ ഒരു പ്രവൃത്തിയിലൂടെ ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ മൂടിവെക്കുവാനും ഇന്ത്യയിലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് മേൽ ഏകപക്ഷീയമായ ഒരു അജണ്ട അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ അവകാശങ്ങളെ തമസ്കരിക്കാനും കഴിഞ്ഞു. ഇത് പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ആഗോളവൽക്കരണം ഇവിടെ നടപ്പാക്കപ്പെടുന്നത് ഏതെങ്കിലും കക്ഷികളുടെ പിന്തുണയോടെയല്ല, മറിച്ച് ഗവൺമെന്റ് ഭാഗം തന്നെയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് ആവട്ടെ, നക്സലൈറ്റുകൾ അടക്കമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും, അല്ലെ ലോകത്തുള്ള മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ന് ഭരണവർഗത്തിന്റെ ഭാഗം തന്നെയാണ്, ഭരണവർഗ പാർട്ടികൾ തന്നെയാണ്. അത് വെനിസ്വേലയിലെടുത്താലും ചൈനയിലെടുത്താലും യുഗോസ്ലാവിയയിലെടുത്താലും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇന്ന് ഭരണവർഗത്തിന്റെ ഭാഗം തന്നെയാണ്, ഭരണവർഗം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആഗോളവൽക്കരണം നടത്തപ്പെടുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റുകൾക്കും ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കേണ്ടത് അവരുടെ കടമയേറ്റുകയാണ്. അങ്ങനെ ഭരണവർഗത്തിന് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്നതിനെ സ്ഥാപിച്ചുകൊണ്ട്, ഇടതുപക്ഷ പിന്തുണയോടുകൂടി സ്ഥാപിച്ചുകൊണ്ട്, ആഗോളവൽക്കരണത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് അതിനെ സ്ഥാപനവൽക്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തമായി മാറിയത്. അപ്പോൾ ആഗോളവൽക്കരണത്തിനെ മുഖ്യ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും മറ്റെല്ലാ പ്രവർത്തനങ്ങളെയും, അതായത് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ എല്ലാ ധാരകളെയും സംസ്കരിച്ചുകൊണ്ട് ആഗോളവൽക്കരണം എന്ന സാമ്പത്തിക പരിപാടികളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയത്തിന് ഒരൊറ്റ പ്രവണതയും കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഹിറ്റ്ലറിന്റെ മീൻ കാപ്പ് വായിച്ചിട്ടുള്ളവർക്കറിയാം ഇന്ത്യയിലെ രാഷ്ട്രീയ ഹിറ്റ്ലർ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംഘടന കെട്ടിപ്പടുത്തതെന്നുള്ളത്. അതായത് ജനാധിപത്യത്തിന്റെ മുഴുവൻ സംവേദന വേദികളെയും അടച്ചുകൊണ്ടും എല്ലാ സംവാദങ്ങളെ അടച്ചുകൊണ്ടും ഏകപക്ഷീയമായ വ്യക്തിയധിഷ്ഠിതമായ ഒരു ഗ്രൂപ്പിന്റെ പിടിയിലമർന്ന വംശീയ പകയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയമാണ് ഹിറ്റ്ലർ കെട്ടിപ്പടുത്തത്. അതേപോലെ തന്നെ ഇന്ന് ഭരിക്കുന്ന പാർട്ടി പരിശോധിച്ച് നോക്കുക, അത് ഈ ഹിറ്റ്ലറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ തനിപ്പകർപ്പായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സ്ഥിതി എടുത്താലും മറ്റെല്ലാ പാർട്ടികളുടെ സ്ഥിതി എടുത്താലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഫാസിസം എന്ന് പറയുന്ന കേവലമായ ഒരു പ്രസ്ഥാനങ്ങളിലൂടെ ചേർന്ന് വരുന്നത് മാത്രമല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിനകത്ത് തന്നെ ഇന്ന് ഫാസിസം പിടിമുറുക്കിയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തെ വിപുലീകരിച്ചുകൊണ്ട് അതിന് സമാന്തരമായി ബദലായിട്ട് സോഷ്യലിസം കൊണ്ടുവന്നുകൊണ്ട് ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ ഈ വൈവിധ്യങ്ങൾക്ക് സഹവർത്തിത്വങ്ങളുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ രാഷ്ട്രീയം സദാചാരപരവും ധാർമ്മികവുമായ മൂല്യങ്ങളോടൊപ്പം ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങളിലെ അവകാശങ്ങൾ, അത് ഏറ്റവും ന്യൂനപക്ഷമാവട്ടെ, ലൈംഗിക ന്യൂനപക്ഷങ്ങളാവട്ടെ, അതേപോലെ തന്നെ ഭാഷാ ന്യൂനപക്ഷങ്ങളാവട്ടെ, ഏറ്റവും പിന്നണി ജനവിഭാഗങ്ങളും പിന്നണി പ്രദേശങ്ങൾക്കെല്ലാം തന്നെ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യം നൽകുന്ന ഒരു പുതിയ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ശ്രമം തുടരേണ്ടതുണ്ട്. അങ്ങനെ 1990-കളിൽ രണ്ടാം വിമോചന സമരത്തിന്റെയും മൂന്നാം മുന്നണിയുടെയും ഇടതുപക്ഷത്തിലേക്ക് പോകാതെ വലതുപക്ഷത്തിലേക്ക് പോകാതെ സ്വതന്ത്രമായ ഈ ജനവിഭാഗങ്ങളെ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ രാഷ്ട്രീയത്തിൽ നിന്ന് പുതിയൊരു രാഷ്ട്രീയം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിന് അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആദരണീയനായ മോഡറേറ്റർ, സഹോദരന്മാരെ, വളരെ വലിയ ഒരു പ്രശ്നമണ്ഡലത്തിലേക്കാണ് നമ്മുടെ ഈ സംവാദം കടന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യം സംസാരിച്ച വിഷയാവതാരകന് ശേഷം ആദ്യം സംസാരിച്ച പ്രൊഫസർ എം എൻ നാരായണനും തുടർന്ന് സംസാരിച്ച കെ കൊച്ചും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു സമീപനമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിലൊന്ന്, ഇപ്പോൾ പ്രൊഫസർ നാരായണൻ ഇവിടുന്ന് പോയി, അദ്ദേഹം ML എന്നൊക്കെ പറയുമ്പോൾ അത് മൊത്തത്തിലൊരു അടി അടിച്ചിട്ട് പോവുക, അങ്ങനെയല്ല വസ്തുത. നമ്മൾ വസ്തുതകളെ എന്താണ് എന്ന് പരിശോധിച്ചുകൊണ്ട് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ വസ്തുതാപരമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ഇപ്പൊ ഞാൻ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ CPI ML എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകനാണ്. ഇപ്പൊ ഞങ്ങൾ കാണുന്നത് ഇന്ന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വലതുപക്ഷത്തേക്ക് ഭരണവർഗ രാഷ്ട്രീയത്തിലേക്ക് ജീർണിച്ച എം നാരായണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച CPIM ഒരു ഭാഗത്തും അരാജകവാദ പ്രവർത്തനങ്ങളിലേക്ക് പോയ കേവലമായ സായുധ സമരം മാത്രം നടത്തി അരാജകവാദ പ്രവർത്തനങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്ന
CPI മാവോയിസ്റ്റുകളും ഈ രണ്ട് ധാരയും ഇന്ന് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നിവിടുത്തെ പണിയെടുക്കുന്ന അധ്വാനിക്കുന്ന വിശാല ജനവിഭാഗങ്ങളുടെ ഇവിടുത്തെ മർദ്ദിതരുടെ ദളിതരുടെ മതന്യൂനപക്ഷങ്ങളുടെ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നൊരു അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാനിത് പറയാൻ കാര്യം, ഇപ്പൊ നമ്മളിന്നിപ്പോ ജനാധിപത്യത്തെ സംബന്ധിച്ചും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ അപ്പൊ അത് കൊച്ച് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെതായ ചില നിർവചനങ്ങൾക്ക് ശ്രമിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നിർവചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. എന്താണ് സ്വാതന്ത്ര്യം, എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ 47-ന് ശേഷം നടന്ന അധികാര കൈമാറ്റം അതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണോ? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ അധികാര കൈമാറ്റമാകുമ്പോൾ തന്നെ അധികാരം കൈമാറിയത് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ പ്രതിനിധികളിലേക്കായിരുന്നോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഷംസുദ്ദീൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം അറിയാവുന്ന കാര്യമുണ്ട്. നമ്മുടെ ഈ ഭരണഘടന തന്നെ 1935 ബ്രിട്ടീഷ് പാർലമെന്റ് കൊളോണിയൽ ഭരണകൂടം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ 35 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് 250 വകുപ്പുകൾ പദാനുപദം വെർബാറ്റിയം എടുത്ത് ഒരു മാറ്റവും കൂടാതെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ പ്രബന്ധാപതകാരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രാജ്യത്തിന്റെ പരമാധികാരം, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക താൽപര്യങ്ങൾ, ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഈ ഭരണഘടനയ്ക്ക്, ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ആസിയൻ കരാറും ഈ ഗാട്ട് കരാറും ഇതൊക്കെ തന്നെ ഇന്ന് പാർലമെന്റിലോട് പോലും ആലോചിക്കാതെ ഒപ്പിടാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നത് ഈ രീതിയിൽ രൂപം കൊണ്ട ഒരു ഭരണകൂടവും അതിന് പിന്നിൽ നിൽക്കുന്ന ഒരു ഭരണഘടനയുമാണ് എന്നതാണ് വസ്തുത. കാരണം ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണഘടന, ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് ബുഷ്, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി അല്ലെങ്കിൽ ക്രിമിനൽ, ലോകത്തിലെ ഏറ്റവും സ്വേച്ഛാധിപതി, ഏറ്റവും അമിതാധികാരി എന്ന് പറയുന്ന ആ ബുഷ് ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ച് അമേരിക്കയിൽ ചെന്നാൽ അമേരിക്കൻ പാർലമെന്റിന് അംഗീകാരം ഇല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ അതവിടെ സാധൂകരണമില്ല. അപ്പൊ ആ പാർലമെന്റിന്റെ, ആ ഭരണഘടനയുടെ ആ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അധികാരം കൈമാറിയത് പഴയ കൊളോണിയൽ അവസ്ഥയിൽ നിന്ന് ഒരു പുതിയ കൊളോണിയൽ അവസ്ഥയിലേക്ക്, ഒരു പുത്തൻ കോളനിവൽക്കരണത്തിലേക്കുള്ളൊരു മാറ്റമായിരുന്നു എന്നൊരു സമീപനമാണ് ഈ കാര്യത്തിൽ എനിക്കുള്ളത്. ഞാൻ പറയുന്നത്, രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഇവിടെ അധികാരത്തിൽ വന്ന ഭരണകൂടം, ഇവിടെ സൂചിപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും മനസ്സിലാക്കേണ്ടത്, ഇവിടെ അധികാരത്തിലേറിയ ഭരണകൂടത്തിന്, ഗവൺമെന്റിന്, അതിന്റെ ജുഡീഷ്യറി ആയാലും അതിന്റെ എക്സിക്യൂട്ടീവ് ആയാലും അതിന്റെ നിയമനിർമ്മാണ സഭയായാലും ഇതൊന്നും തന്നെ ഇവിടത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാവുന്ന ആ അർത്ഥത്തിൽ രൂപം കൊണ്ട ഒന്നല്ല. ഈ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ഉണ്ടായ ഈ വിഷയത്തെ ഇടതുപക്ഷം അടക്കം നേരിടുന്ന, അതായത് ഇന്നിവിടുത്തെ വ്യവസ്ഥാപിത ഇടതുപക്ഷം അടക്കം ഭരണവർഗ രാഷ്ട്രീയത്തിലേക്ക് ജീർണിച്ചു പോയ വ്യവസ്ഥാപിത ഇടതുപക്ഷം അടക്കം നേരിടുന്ന പ്രശ്നം എന്താണ്, ഇടതുപക്ഷം നേരിടുന്ന പ്രശ്നം എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തെ ശരിയായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പൊ ബംഗാളിലായാലും കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളുമായി മത്സരിച്ചുകൊണ്ട് ഇന്ന് ആഗോളീകരണ നയങ്ങൾ അടക്കം നടപ്പാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന്റെ പിന്നിൽ ഈ യാഥാർത്ഥ്യത്തെ ശരിയായി വിശകലനം ചെയ്യുന്നതിന് ഇടതുപക്ഷത്തിന് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരമൊരു കഴിവുണ്ടാകണമെങ്കിൽ ഞാനിപ്പോ ഈ ആഗോളീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് വയ്ക്കാനുള്ള ഒരു സമീപനം, ഇത് ഈ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം ആരംഭിച്ച, പ്രത്യേകിച്ചും അധികാര കൈമാറ്റത്തിന് ശേഷം അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പുത്തൻ കോളനിവൽക്കരണത്തിന്റെ ഏറ്റവും വിനാശകരമായ ഒരു ഘട്ടമാണ് 90ക്ക് ശേഷം ഉണ്ടായത്. 90കൾ വരെ ക്ഷേമരാഷ്ട്രത്തിന്റെ ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു. അപ്പൊ ക്ഷേമരാഷ്ട്രത്തിന്റെ മുഖംമൂടിക്കകത്താണ് ഈ പറയുന്ന ഈ പുത്തൻ കോളനിവൽക്കരണം, അതായത് ഇവിടുത്തെ ഭരണവർഗങ്ങൾ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന അതിന്റെ ദല്ലാളന്മാരായ, അതിന്റെ ഭാഗമായിട്ടാണ് സ്വിസ് ബാങ്കുകളൊക്കെ വരുന്നത്. സ്വിസ് ബാങ്കുകളിലേക്ക് 120 ലക്ഷം കോടി രൂപ ഈ രാജ്യത്തെ വഞ്ചിച്ച ഒറ്റുകൊടുത്ത് നിക്ഷേപിക്കുന്നതും, അതുപോലെ ഈ രാജ്യത്തെ ഈ ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾക്കും ബഹിരാഷ്ട്ര കുത്തകൾക്കും ഒക്കെ അടിയറ വയ്ക്കുന്നതുമെല്ലാം ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പൊ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഭരണകൂടമല്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കേണ്ട വിഷയങ്ങളായത്. അപ്പൊ 90കൾ വരെ ഇതിനൊരു മുഖംമൂടി ഉണ്ടായിരുന്നു, ക്ഷേമരാഷ്ട്രത്തിന്റെ ഒരു മുഖംമൂടി ഉണ്ടായിരുന്നു. 90കൾ കഴിഞ്ഞപ്പോ
ഈ മുഖംമൂടി ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ലോക സാഹചര്യം മാറി. അതിപ്പോ കൊച്ചു പറയുന്ന ആഗോളീകരണം എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണവർഗങ്ങളുടെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം മാത്രമല്ല, അത് ലോകത്തില് ആഗോളമായി. ഇന്ന് ലോകം എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ പ്രശ്നം മാത്രമല്ല, ആഗോളീകരണം എന്ന് പറയുന്ന ഒരു ലോക യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ ആഗോളീകരണത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിനകത്തും ശിഥിലീകരണങ്ങളും അന്തഃഛിദ്രങ്ങളും ഈ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ഭരണവർഗങ്ങൾക്കെതിരായിട്ടുള്ള ജനകീയ ഐക്യത്തെ ദുർബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പല പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ തന്നെ ഇന്ന് ആധിപത്യത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ പ്രശ്നത്തെ നമ്മൾ കാണുമ്പോൾ 90-കൾക്ക് ശേഷമുള്ള ഈ ആഗോളീകരണ കാലഘട്ടത്തിൽ ഇത് വളരെ മറനീക്കി പുറത്തു വന്നു. അതുകൊണ്ടാണ് 90-കൾ വരെയുള്ളത് ലൈസൻസ് പെർമിറ്റ് രാജായിരുന്നു എന്നൊക്കെ ഇത് നടപ്പാക്കിയ ആളുകൾ തന്നെയാണ് പറയുന്നത്. 90-കൾ വരെ ഇത് നടപ്പാക്കിയ പൊതുമേഖല കൊണ്ടുവന്ന് ബാങ്ക് ദേശസാൽക്കരണം കൊണ്ടുവന്നു, ഇത്തരം മുഖംമൂടികളൊക്കെ കൊണ്ടുവന്ന ആളുകൾ തന്നെ, അതേ വർഗങ്ങൾ തന്നെ, അതേ ഭരണകൂടം തന്നെ, അതേ രാഷ്ട്രീയ പ്രമാണിമാർ തന്നെ പറയുന്നത് ഇതൊക്കെ ലൈസൻസ് പെർമിറ്റ് രാജായിരുന്നു. ഇനി നമുക്ക് ഒരു പുതിയ ഈ വികസനത്തിന്റെ, അതായത് ആഗോള മൂലധനത്തിന്റെ അതുമായി ഉദ്ഗ്രഥിച്ചുകൊണ്ട് അതിന്റെ ജൂനിയർ പാർട്ട്ണർമാരായി മാറിക്കൊണ്ട് അതിന്റെ കമ്മീഷൻ പറ്റിക്കൊണ്ട് നമുക്ക് ഈ രാജ്യത്തെ ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ വികസനത്തിന് വേണ്ടി ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളെയും തിരിച്ചുവിടാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഇപ്പൊ പല കണക്കുകൾ വന്നു. ഇപ്പൊ 83 കോടി ജനങ്ങള് ഒരു ദിവസം 20 രൂപയിൽ താഴെ വരുമാനമുള്ളവരാ. അത് ഇവിടുത്തെ ആദിവാസികളും ദളിതരും അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരും അടക്കം പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളാണിത്. അപ്പൊ ഈ പറയുന്ന 83 കോടി ആളുകൾക്ക് 20 രൂപയിൽ താഴെയാണ് വരുമാനം. അപ്പൊ പ്രതിദിനം 20 രൂപയിൽ താഴെയാണ്. അത് തന്നെ 20 രൂപ ഉണ്ടെന്നല്ല, അതിൽ തന്നെ 10 രൂപയിൽ താഴെയുള്ളവരും 5 രൂപയിൽ താഴെയുള്ളവരൊക്കെയാണ് കൂടുതൽ. 20 രൂപയിൽ താഴെയുള്ളവർ 83 കോടി ആളുകളാണ്. അപ്പൊ ഈ ജനവിഭാഗം സ്വാഭാവികമായും ഈ വികസന പ്രക്രിയയ്ക്ക് പുറത്താണ്. എങ്ങനെ നമ്മൾ ഈ പ്രശ്നത്തെ സമീപിക്കും? സ്വാഭാവികമായും ഇതിന് വിധേയരായിട്ടുള്ള ജനവിഭാഗങ്ങളെ ഇന്ന് ഐക്യപ്പെടുത്തുന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ സമീപിക്കാൻ പറ്റൂ. അപ്പൊ ഈ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭരണകൂടത്തെ സംരക്ഷിക്കുന്ന ഫൈനാൻസ് മൂലധനത്തെയും ഊഹമൂലധനത്തെയും ഒക്കെ വിശകലനം ചെയ്യുകയും അപ്പൊ ആരുടെ താല്പര്യങ്ങളാണ് സേവിക്കുന്നത് എന്നുള്ള പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 90-കൾക്ക് ശേഷം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള പ്രവണതകൾ, ഇപ്പൊ സ്വത്ത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങള്, NGO രാഷ്ട്രീയത്തിന്റെ പ്രശ്നം, മുമ്പ് ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിൽ ഇന്ന് NGOകളും സ്വത്ത് രാഷ്ട്രീയവും നവഗോത്രവാദവും നിയോ ട്രൈബലിസവും ഒക്കെ ഇന്ന് സാമ്രാജ്യത്വ കേന്ദ്രങ്ങൾ തന്നെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെ രൂപം കൊടുക്കുന്നതല്ല, നമ്മുടെ ഇന്ത്യയിലെ ദാർശനികന്മാരോ ബുദ്ധിജീവികളോ അല്ല. ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ന് ആധുനികോത്തര ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസ്റ്റ് മാർക്സിസ്ഥാനന്തര ചിന്തകൾ എന്നുള്ള പേരിലൊക്കെ കടന്നു വരുന്ന ഇത്തരം പ്രത്യയശാസ്ത്രങ്ങളെല്ലാം തന്നെ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കപ്പെടുകയും ഇവിടത്തെ അധ്വാനിക്കുന്ന ബഹുജനങ്ങളുടെ, ഇവിടത്തെ അടിച്ചമർത്തപ്പെടുന്ന ബഹുജനങ്ങളുടെ ഐക്യത്തെ ദുർബലപ്പെടുത്താൻ സാമ്രാജ്യത്വം തന്നെ ആവിഷ്കരിച്ച ഒരു പദ്ധതി ഇതിന്റെ പിന്നിലുണ്ട്. ഞാൻ പറയാം, അതും കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് നമ്മൾ ആഗോളീകരണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല, സംസ്കാരം മാത്രമല്ല, അത് സമഗ്രമായ ഒരു ആക്രമണ പദ്ധതിയാണ്. അതൊന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ, പ്രത്യേകിച്ചും 2ാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ അന്നത്തെ ലോക സാഹചര്യമല്ല, 2ാം ലോകയുദ്ധത്തിന്റെ അല്ലെങ്കിൽ 47-ന് മുമ്പുള്ള ലോക സാഹചര്യം നമുക്കറിയാം. അന്ന് ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഫൈനാൻസ് മൂലധനം അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ലോകവ്യാപകമായ കടന്നാക്രമണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഭരണവർഗങ്ങൾ ഇതിന്റെ ജൂനിയർ പാർട്ട്ണർമാരാ. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു മാന്യന്റെ മുഖം ഇവിടെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ക്രിമിനലുകളുടെ കാര്യമൊക്കെ ഇവിടെ പറയുകയുണ്ടായി. നമ്മുടെ പാർലമെന്റില് ഇന്നിപ്പോ ഇവിടെ കണക്ക് പ്രബന്ധാവതാരകൻ പറഞ്ഞ പോലെ 120-ലധികം ക്രിമിനലുകളും ശതകോടീശ്വരന്മാരടക്കം 340ഓളം ഈ ശതകോടീശ്വരന്മാരടക്കമുള്ള കോടീശ്വരന്മാരൊക്കെ കടന്നു വരുമ്പോ പാർലമെന്ററി ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ ഇന്ന് കപടമായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ മുൻപുണ്ടായിരുന്ന പാർലമെന്ററി ജനാധിപത്യത്തിന്റെ എന്തെങ്കിലും ഗുണങ്ങളുണ്ടെങ്കിൽ അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ന് ആഗോളീകരണം, സാമ്രാജ്യത്വ ആധിപത്യം, ഫൈനാൻസ് മൂലധനത്തിന്റെ കടന്നുകയറ്റം, അതിന്ന് വംശീയതയെയും ജാതീയതയും മതത്തെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കടന്നു വരുന്നത്. മതത്തെയൊക്കെ സാമ്രാജ്യത്വം അതിന്റെ സൗകര്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം അഫ്ഗാനിസ്ഥാനിൽ മതത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, $50,000 കോടി 50-കളിലെ അമേരിക്കൻ സാമ്രാജ്യം, 80-കളിൽ അമേരിക്കൻ സാമ്രാജ്യത്വം അഫ്ഗാനിസ്ഥാനിൽ ഒഴുക്കിയത്. അപ്പൊ ആ അമേരിക്കൻ സാമ്രാജ്യത്വം അത് അതിന്റെ സാഹചര്യം അനുസരിച്ച്, അതിന്റെ ആവശ്യമനുസരിച്ച് വിവിധ മതങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, അതൊന്നും ഇവിടുത്തെ ഇന്ന മതമൊന്നുമില്ല. അതിപ്പോ ലവ് ജിഹാദിന്റെ പ്രശ്നം വന്നു, കോടതി അടക്കം വളരെ നിരുത്തരവാദപരമായി നമുക്കറിയാം മനുസ്മൃതിയൊക്കെ പിന്തുടരുന്ന ഇവിടുത്തെ ഭരണകൂടം, കോടതി
അതൊക്കെ തന്നെ ഇന്ന് കളിക്കുമ്പോൾ ഇന്ന് ഇന്ന മതമൊന്നുമില്ല. ഏത് മതത്തെയും സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഭരണവർഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, ഉള്ളവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ഏത് മതത്തെയും കൂട്ടുപിടിക്കും. അത് മതപരമായ ഒരു തലത്തിൽ നിൽക്കുന്ന പ്രശ്നമല്ലെന്നാണ് ഞാൻ പറയുന്നത്. സാമ്രാജ്യത്വ ആധിപത്യം എന്ന് പറയുന്നത്, ഇന്ന് ആഗോളീകരണം എന്ന് പറയുന്നത് മതത്തെയും ജാതിയെയും വംശീയതയും. അപ്പൊ ഇന്ത്യയിലെ സാഹചര്യം, ആഫ്രിക്കയില്, ലാറ്റിൻ അമേരിക്കയിൽ വളരെ ഫലപ്രദമായി ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സാമ്രാജ്യത്വമോട് ആധിപത്യം ചെലുത്തുന്നത്, അമേരിക്കൻ സാമ്രാജ്യത്വം. അപ്പൊ അങ്ങനെ നമ്മുടെ ഇവിടെ ഹിന്ദുത്വ ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അതൊന്ന് ആധിപത്യത്തിൽ കൊണ്ടുവരാൻ ചെയ്യിക്കുന്നത്. അതിന് BJPയുടെ ഹാർഡ് ഹിന്ദുത്വമാണെങ്കിൽ അത് കോൺഗ്രസിന്റെ സോഫ്റ്റ് ഹിന്ദുത്വമായിരിക്കാം. ഏതായാലും ഇതിനെയൊക്കെ തമ്മിൽ ലളിതമായ ഒരു സമവാക്യത്തിനകത്ത് വെച്ചുകൊണ്ട് ഇതാണ് പ്രശ്നം, ഒറ്റമൂലി ഇതാണെന്ന് പറയുന്ന ഒരു സമീപനമല്ല ഇതിന്റെ പ്രശ്നം. വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുണ്ടായ ലോകമാറ്റം, എങ്ങനെ ഇന്ന് ഈ ലോകം ആഫ്രോ ഏഷ്യൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഒന്നടങ്കം ഇന്ന് സാമ്രാജ്യത്വത്തിന്റെ കാൽക്കീഴിൽ ഇന്ന് കഴിയുന്നു. ഇന്ന് ഫൈനാൻസ് മൂലധനമാണ്. അതൊന്ന് ലോകവ്യാപാര കരാറായാലും IMF ആയാലും ലോകബാങ്ക് ആയാലും ബഹിരാഷ്ട്ര കുത്തകളായാലും അതെല്ലാം ഇന്ന് നമ്മുടെ ലോകത്തെ ഇന്ന് നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആഗോളീകരണം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുകയും ഇതിനെതിരായിട്ടുള്ള ഇപ്പൊ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഈ ആഗോളീകരണ നയങ്ങൾ വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഇന്ന് ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ മർദ്ദിതൻ തന്നെയാണ്. കാരണം എന്താ, ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ഖനി വിഭവങ്ങൾ അടങ്ങുന്ന പ്രദേശം ഇന്ന് ഫൈനാൻസ് മൂലധനത്തിന്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രശ്നം. അപ്പൊ ആഗോളീകരണം ഇന്ന് പുത്തൻ കോളനിവൽക്കരണത്തിന്റെ ആധുനിക രൂപമായ ഈ സാമ്രാജ്യത്വ ആഗോളീകരണത്തെ, അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ, അതിന്റെ സംസ്കാരത്തെ, അതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ, അതിന്റെ മറ്റു മണ്ഡലങ്ങളെ, ബൗദ്ധിക മണ്ഡലങ്ങളെയെല്ലാം, അതിന്റെ ശാസ്ത്ര സാങ്കേതിക മണ്ഡലങ്ങളെയെല്ലാം പരസ്പരം കോർത്തിണക്കി വിശകലനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് മുന്നോട്ട് വയ്ക്കാൻ ഇടതുപക്ഷത്തിന്റെ മുഖ്യപടത്തെ, പ്രത്യേകിച്ചും അത് നേരിട്ട പരാജയവും അത് നേരിട്ട തിരിച്ചടികളുമാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രശ്നം എന്നാണ് എന്റെ അഭിപ്രായം. ഇടതുപക്ഷത്തിന് ഇന്ന് ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനും ഇതിനെ വിശകലനം ചെയ്യാനും, പ്രത്യേകിച്ചും ഇവിടെ മുൻകാലത്ത് കഴിഞ്ഞ സാഹചര്യങ്ങൾ, ഇപ്പൊ കേരളത്തിന്റെ ചരിത്രമടക്കം ആ കാര്യത്തില് MM നാരായണൻ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുക കൂടിയാ. കാരണം കേരളം എന്ന് പറയുന്നത് ഇന്ന് നമ്മളെങ്ങനെയാ കേരളം ഉണ്ടായത്? ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഉണ്ടാകാത്ത തരത്തിലുള്ള ഇവിടുത്തെ സമൂഹത്തെ അടിത്തട്ടിൽ ഉഴുതുമറിച്ച ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെയും അയ്യങ്കാളി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ നേട്ടങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കേരളം ഉണ്ടായത്. അപ്പൊ അത്തരമൊരു മുന്നേറ്റത്തെ ആ അർത്ഥത്തിൽ സമഗ്രമായി സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ന് ഇടതുപക്ഷത്തിന് കഴിയാതെ വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ബംഗാളിലും കേരളത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഈ വിഷയത്തെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യേണ്ടതുണ്ടെന്നും ആ ഇടതുപക്ഷത്തിന്റെ വിശകലനം ഇന്ന് ഫൈനാൻസ് മൂലധനത്തിന്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ വിഷയങ്ങൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അതിന്റെ രാഷ്ട്രീയത്തെയും അതിന്റെ സാമ്പത്തികത്തെയും അതിന്റെ മറ്റു വിശദാംശങ്ങളെയും ഒക്കെ വിശകലനം ചെയ്യുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിതിനെ ആഗോളീകരണം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമായിട്ടല്ല കാണുന്നത്. അത് സമഗ്രമായ ഒരു ആക്രമണ പദ്ധതിയാണെന്നും ആ അർത്ഥത്തിൽ ഇതിനെ സമീപിക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിന് കഴിയണമെന്നും നിർഭാഗ്യവശാൽ ഇന്ന് CPI CPM പ്രതിദാനം ചെയ്യുന്ന ഇവിടുത്തെ ഭരണവർഗ രാഷ്ട്രീയത്തെ അതിന്റെ ഭാഗമായി കഴിഞ്ഞ ആ ഇടതുപക്ഷത്തിനല്ല, അത് പൂർണ്ണമായി ഇന്ന് ഭരണവർഗ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കഴിഞ്ഞെന്നും മറുപക്ഷത്തു നിന്ന് മാവോയിസം പറഞ്ഞുകൊണ്ട് ഇന്ന് ജനങ്ങളെ അരാജകാവസ്ഥയിലേക്ക് കൊണ്ടുപോയി ഇന്ന് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ അടക്കം ഇന്ന് അതിനുള്ള വേദിയൊരുക്കിക്കൊണ്ട് ഇന്ന് ആദിവാസികളും ദളിതരും അടങ്ങുന്ന വിഭാഗങ്ങളെ സംഘടിപ്പിക്കുന്നതിന് പകരം ഈ ഇന്ന് നിലനിൽക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതിന് പുറത്തു നിന്നുകൊണ്ട്, ഞാൻ ഈ പാർലമെന്ററി ജനാധിപത്യത്തിനകത്ത് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള അഭിപ്രായക്കാരനല്ല. ഈ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പാർലമെന്റേതര മാർഗങ്ങളും അതിന് പുറത്തുള്ള സംവിധാനങ്ങളും പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ചും ഭൂമിയുടെ പ്രശ്നം, നമ്മുടെ രാജ്യത്ത് ഇപ്പൊ സ്വത്തുവാദം പറയുന്ന ആളുകളൊന്നും ഭൂമിയുടെ കാര്യത്തെപ്പറ്റി പറയുന്നില്ല. അപ്പൊ ഭൂമി എന്ന് പറയുന്ന അടിസ്ഥാന പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ പ്രത്യേകിച്ചും കേരളമടക്കം ഭൂപരിഷ്കരണം നടന്നു കഴിഞ്ഞെങ്കിൽ കേരളമടക്കം ഇന്ന് ഈ ഭൂപരിഷ്കരണം നടന്നു എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഗുരുതരമായ ഭൂകേന്ദ്രീകരണം നിലനിൽക്കുന്നു. അപ്പൊ ഈ പ്രശ്നമടക്കം പരിശോധിച്ചുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുന്നവനെ, കൃഷിഭൂമി മണ്ണിൽ പണിയെടുക്കുന്നവനെ എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ കൂടി പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇന്ന് ആഗോളീകരണത്തിനെതിരായിട്ടുള്ള സമരവുമായി ഇതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് സാംസ്കാരിക രംഗത്തും അതുപോലെ ബൗദ്ധിക രംഗത്തും രാഷ്ട്രീയ മണ്ഡലത്തിലും സാമ്പത്തിക രംഗത്തും ഒക്കെ നടക്കേണ്ട ഒരു മുന്നേറ്റത്തെ ദേശീയമായ ജനാധിപത്യപരമായ ജനകീയമായ ഒരു ബദൽ,
അതിനെ സംബന്ധിച്ച് നമുക്ക് സമ്മതിക്കാം. ഇത്തരം വേദികൾ, ഇത്തരം സംവാദങ്ങൾക്ക് വളരെ പ്രയോജനകരമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ ഒരു വേദി ഇത്തരം ഒരു ചർച്ചയ്ക്ക് ഇപ്പം പരിമിതികളുകൊണ്ട് നമുക്ക് വിശദാംശങ്ങളെ കിടക്കാൻ പറ്റില്ല, പൊതു കാര്യങ്ങളെ പറയാൻ പറ്റൂ. അപ്പൊ അത്തരം ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഈ ചർച്ചകൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനകത്ത് തീർച്ചയായും വിവിധ ധാരകളുടെ പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, ദളിത് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന സമഗ്രമായ ഒരു രാഷ്ട്രീയ പദ്ധതി മുന്നോട്ട് വയ്ക്കാൻ ഇന്ന് ഇടതുപക്ഷത്തിനും പുരോഗമന ജനാധിപത്യ ശക്തികൾക്കും കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ അവസ്ഥയെ മറികടക്കാൻ പറ്റൂ. അപ്പൊ കാരണം ഇന്നത്തെ ലോകത്തെയും ഇവിടുത്തെ രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും ഒക്കെ വിശകലനം ചെയ്യുന്നതിന് ഇനിയും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിശകലനങ്ങൾക്കാണ് കരുത്തുള്ളത്. കാരണം ഇപ്പം പല പാശ്ചാത്യ സർവകലാശാലകളിലും പാശ്ചാത്യ ലോകത്തൊക്കെ മാർക്സിലേക്കും ലെനിനിലേക്കൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ. ആഗോള സാമ്പത്തിക പ്രതിസന്ധി വന്നതോടുകൂടി മുതലാളിത്തത്തിന്റെ അതിന്റെ പരമ്പരാഗതമായ അതിന്റെ ഉപകരണങ്ങൾ, അതിന്റെ സാധ്യതകളെല്ലാം തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ സാധ്യതകൾക്ക് എന്താണ് ബദൽ? ഈ ഒരു ബദൽ അന്വേഷണം ചരിത്രത്തിന്റെ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ടും ഇന്നത്തെ സാഹചര്യത്തെ വിശകലനം ചെയ്യുന്നതിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരിമിതികൾ തിരിച്ചറിഞ്ഞുകൊണ്ടും ഇതിനെ മറികടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇന്നുണ്ടാകേണ്ടതുണ്ട്. ഈ അർത്ഥത്തിലാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഈ ഒരു വേദി ഇവിടെ പ്രദാനം ചെയ്തതിനും ഇതിലേക്ക് ക്ഷണിച്ചതിനും സംഘാടകർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. വേദിയിലും സദസ്സിലും ഈ ചർച്ച ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വലിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഹ്രസ്വമായ ഒരു സമയത്തിനുള്ളിൽ താരതമ്യേന ഗൗരവമുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ എല്ലാ വശങ്ങളിലേക്കും എത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളും അതിനോടുള്ള സമീപനങ്ങളും ചുരുക്കത്തിലെങ്കിലും കേൾക്കാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ വളരെ മൗലികമായ ചില ദൗർബല്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ് വിഷയാവതരണം നടന്നത്. നിസ്സാരമായ കാര്യങ്ങൾ, വൈകാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇടമുണ്ടാവുകയും എന്നാൽ ഗുരുതരമായ വിഷയങ്ങൾ, മൗലികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ലാത്തതുമായിട്ടുള്ള ഒരു വേദിയായി നമ്മുടെ പാർലമെന്റ് മാറിയിരിക്കുന്ന, ജനാധിപത്യ പ്രക്രിയ മാറിയിരിക്കുന്ന ഒരു അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തെ വിഷയാവതാരകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ആ വേദിയിൽ തന്നെ വന്നിരിക്കുന്നവരുടെ നിലപാടുകൾ, അവരുടെ ആശയങ്ങളും വിചാരങ്ങളും താൽപര്യങ്ങളും അവരുടെ മൂല്യപരമായിട്ടുള്ള പ്രതിബദ്ധത തുടങ്ങിയ വിഷയങ്ങളിലേക്കും പ്രബന്ധം കടന്നു ചെന്നു. ക്രിമിനൽ സ്വഭാവം ഉള്ള എംപിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ പുഴുക്കുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന്റെ ഒരു സാമ്പിൾ മാത്രം, ഒരു ഉദാഹരണം മാത്രം
അവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ജീവിതത്തിന്റെ നാനാവശങ്ങളിലെ പുഴുക്കുത്തുകളിലേക്ക് കടന്നു ചെന്നാൽ ആ പുഴുക്കുത്തുകൾക്കെല്ലാം പ്രാതിനിധ്യമുള്ള ഒരു വേദിയായി നമ്മുടെ പാർലമെന്റ് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പ്രതിനിധി സഭയായിട്ട് അതിനെ എണ്ണാവുന്നതാണ് എന്ന് തോന്നും. കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള വ്യവഹാരങ്ങളുടെ ക്രയവിക്രയങ്ങളുടെ അന്തർധാര മുതലാളിത്തപരമായിട്ടുള്ള സാമ്പത്തിക കാഴ്ചപ്പാടിന് അനുകൂലമാണ് എന്നും ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് പ്രയോജനം ഇല്ലാത്ത ഒരു വികസന കാഴ്ചപ്പാടാണ് ഭരണകൂടത്തിനും ജനങ്ങൾക്ക് തന്നെയും എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് എന്നും വിഷയാവതരണത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനൊക്കെ തടയിടാൻ പറ്റും. വിശേഷിച്ച് സാമ്പത്തിക രംഗത്തുള്ള മൂല്യച്യുതികൾക്കെതിരെയെങ്കിലും പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവന്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പരിധിവരെ ഇടപെടാൻ കഴിയും എന്ന് നമ്മൾ ധരിച്ചിരുന്ന ആശയങ്ങളുടെ രാഷ്ട്രീയ പ്രതിനിധാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ദുർബലമായ ഒരു സാഹചര്യത്തിലേക്കും അഥവാ അവര് ആയുധം വെച്ച് കീഴടങ്ങി അല്പം സോഫ്റ്റായിട്ടുള്ള ഒരു വെൽഫെയർ ക്യാപിറ്റലിസത്തിന്റെ ഒരു ജനക്ഷേമ മുതലാളിത്തത്തിന്റെ ആ പ്രയോഗത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ടെങ്കിലും വെൽഫെയർ ക്യാപിറ്റലിസം എന്ന ഒരു പ്രയോഗം നിലവിലുള്ളതുകൊണ്ട് ഞാനത് എടുത്തു പറയുകയാണ്. അതിന്റെ ആളുകളായി ക്രമേണ മാറിപ്പോയ ഒരു സാഹചര്യത്തെയും അത് വിലയിരുത്തുകയുണ്ടായി. ഇത്രയും മൗലികമായ വിഷയങ്ങളോട് പ്രതികരിച്ചുകൊണ്ടാണ് തുടർന്നുള്ള ചർച്ചകൾ നടന്നിരിക്കുന്നത്. ചർച്ചകളിൽ പങ്കെടുത്ത ആളുകളിൽ എല്ലാവർക്കും അവരുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ മൗലികമായ രാഷ്ട്രീയ പ്രശ്നം എന്താണ്, അതിന് അവർ മുന്നോട്ട് വെക്കുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായും വിശദമായും പറയുവാൻ സാധിച്ചിട്ടില്ല. അതിന് കുറ്റപ്പെടുത്തുന്നില്ല, കാരണം സമയം ഹ്രസ്വമാണ്. എങ്കിലും ഇവിടെ പങ്കെടുത്ത ആളുകളെയൊക്കെ എന്തിനു പ്രതിനിധാനം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കതൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ അവർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ത്യൻ ജനാധിപത്യത്തോട് തന്നെയുള്ള സമീപനം വ്യക്തമാക്കിക്കൊണ്ട് പ്രൊഫസർ എം നാരായണൻ പറഞ്ഞത് വർഗ ആധിപത്യപരമാണ് അത്, എങ്കിലും വർഗസമരത്തിന് അതിൽ ഇടങ്ങളുണ്ട്, അതിനെ പ്രയോജനപ്പെടുത്തുകയാണ് പരമാവധി ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. ഇടതുപക്ഷം ദുർബലമായി എന്ന ആരോപണത്തെയൊന്നും അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ഇടതുപക്ഷം ശക്തിപ്പെടുന്നു, അതിൽ ആളുകൾ കൂടി വരുന്നു തുടങ്ങിയ ആ ജനപ്പെരുപ്പത്തിന്റെ മനുഷ്യ ചെങ്ങല പോലെയുള്ള വിസ്മയങ്ങളുടെ വിജയങ്ങളിലേക്കാണ് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ശക്തിയും വിജയവും എന്ന നിലയിൽ നമ്മുടെ ശ്രദ്ധ തിരിച്ചിട്ടുള്ളത്. ആശയപരമായിട്ടുള്ള അതിന്റെ ദൗർബല്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രയോജനം അനുഭവിച്ച ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റായിട്ട് അദ്ദേഹം കേരളത്തെ ഉദാഹരിക്കുകയുണ്ടായി. അവിടെ
കേവലം ഒരു അവലോകനം നടത്തുവാൻ ഞാൻ അല്ലെങ്കിൽ കേവലം ഒരു അവലോകനം നടത്തി മുന്നോട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം വളരെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. വൈരുദ്ധ്യത്തിൽ അദ്ദേഹം ചാടി, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം അതിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അത്. ഇടതുപക്ഷത്തിന്റെ ഭരണം കൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാന്നിധ്യം കൊണ്ടാണ് കേരളം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോയത്, സാമ്പത്തികമായ ഒരു സ്ഥിതിസമത്വത്തിലേക്ക് വന്നത്, സാമൂഹികമായിട്ടുള്ള സ്ഥിതിസമത്വത്തിലേക്ക് വന്നത് എന്നത് ചരിത്രപരമായി തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല, പൂർണ്ണമായ ശരിയല്ല. കാരണം ഇവിടെ സാമ്പത്തിക സ്ഥിതി സമത്വം മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂടുതലുണ്ടായതിന്, വിദ്യാഭ്യാസം കൂടുതലുണ്ടായതിന്, സാംസ്കാരികമായി ഔന്നത്യം കൂടുതലുണ്ടായതിന് ഇടതുപക്ഷത്തിനും ഒരു പങ്കുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒരു പങ്കുണ്ട് എന്ന് പറയാനല്ലാതെ ചരിത്ര വസ്തുതകൾ നമ്മെ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രംഗത്തെ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത് മതങ്ങളും മതസമൂഹങ്ങളും ആണ് എന്നത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. താരതമ്യേന തരക്കേടില്ലാത്ത ഒരു ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളുടെ മതസമൂഹങ്ങളുടെ സാന്നിധ്യം 25% വരുന്ന മുസ്ലിം ജനവിഭാഗത്തിന്റെ സാന്നിധ്യം, 25% വരുന്ന ക്രൈസ്തവ സമുദായത്തിന്റെ സാന്നിധ്യം അത്രയും പ്രാധാന്യത്തോടുകൂടി തന്നെ എടുത്തു പറയേണ്ടതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങളും ആ ആദർശത്തെ നെഞ്ചേറ്റിയ അത്ര തന്നെ വരുന്ന ഒരു സമൂഹത്തിന്റെയും സാന്നിധ്യം. ഈ സംഘടനകളും ഈ സമുദായങ്ങളും ആണ് ഇവിടുത്തെ നവോത്ഥാനത്തിന്റെ മുൻപന്തിയിൽ നിന്നിരിക്കുന്നത്. അവരെ ഇളക്കിയ മണ്ണിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഒരു പൂരകമായ കോംപ്ലിമെന്ററി എന്ന നിലക്കുള്ള സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ളത്. വളരെ ലളിതമായ ഉദാഹരണങ്ങളിലേക്ക് വന്നാൽ ഇവിടുത്തെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതി, MIS, NSS, SNDP, അതിനേക്കാളെല്ലാം ഉപരി ക്രിസ്ത്യൻ മിഷനറിമാർ അവരെ നടത്തിയിട്ടുള്ള സംഭാവനകൾ നമുക്ക് ലഘൂകരിച്ച് കാണാൻ പറ്റില്ല. മാറുമറക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മാറുമറക്കുന്നു. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ മറക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റുകാര് അവിടുത്തെ മാറുമറക്കാത്തവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറുമറച്ചിരുന്നോ എന്ന കാര്യവും സംശയമാണ്. ജാതി വ്യവസ്ഥയെ സംബന്ധിച്ച്, അത്തരം വിവേചനങ്ങളെ സംബന്ധിച്ച്, അത്തരം അവഗണനകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കമ്മ്യൂണിസത്തിന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതൊരു സത്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കേരളത്തിന്റെ സാമൂഹികമായിട്ടുള്ള ഉന്നമനത്തിന് കാരണമായിരുന്നത് എങ്കിൽ ബംഗാളിലും അത് സംഭവിക്കണമായിരുന്നു. ബംഗാളിൽ അത് സംഭവിച്ചില്ല. 30 വർഷം ഭരിച്ചിട്ടും സംഭവിച്ചില്ല എന്നത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കി തരുന്നു. കമ്മ്യൂണിസ്റ്റ് സാന്നിധ്യത്തിനപ്പുറത്ത് എന്തോ തരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കേരള ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാം. നൂറ്റാണ്ടുകൾക്കും അപ്പുറമുള്ള ചരിത്രമല്ല, അടുത്ത കാലത്തെ കറന്റ് ഹിസ്റ്ററിയാണ് അത് അംഗീകരിച്ചേ മതിയാകും. തീർച്ചയായും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കൂടി അതിലുള്ളൊരു പങ്ക്, വിശേഷിച്ച് ഇവിടുത്തെ തൊഴിലാളി വർഗത്തോട് കാണിച്ചിട്ടുള്ള ആഭിമുഖ്യം, മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കൂലികളിൽ അതുപോലെ തൊഴിലാളി ക്ഷേമ പരിപാടികളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച തോതിലുള്ള പുരോഗതി, സാമ്പത്തികമായ സുസ്ഥിതിയിലേക്കുള്ള സാധാരണക്കാരന്റെ
തൊഴിലാളി വർഗത്തിന്റെ മുന്നേറ്റം തുടങ്ങിയവയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള പങ്കിനെ നിഷേധിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നത്. അതിനേക്കാൾ വലിയൊരു വാസ്തവം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വിശദമായി പറഞ്ഞത്, ഇത് പറഞ്ഞില്ല എങ്കിൽ ഈ വിഷയത്തോട് നീതി ചെയ്യുകയില്ല എന്ന ഉദ്യമബോധ്യത്തോടുകൂടി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂപരിഷ്കരണം തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഭാവനയാണ് എങ്കിലും ഭൂപരിഷ്കരണത്തിന്റെ നാന്ദി, അതിനുള്ള തുടക്കങ്ങൾ, അതിന്റെ ആ ആശയം, അതിലേക്കുള്ള ചുവടുവെപ്പുകൾ തീർച്ചയായും അതിനു മുമ്പേ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭൂപരിഷ്കരണം പോലും ഒരു സമഗ്രമായിട്ടുള്ള സാമ്പത്തികമായ ഉടച്ചുവാർക്കലായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഭൂപരിഷ്കരണം ഒരു ചെറിയ വിഭാഗത്തെ മാത്രം സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ഒന്നല്ല. ഇടത്തട്ടുകാരൻ ആണ് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ തട്ടിയെടുത്തിട്ടുള്ളത്. സാധാരണ കർഷക തൊഴിലാളി, സാധാരണ കൂലിത്തൊഴിലാളിയുടെ അടുത്തേക്ക് അത് വന്നില്ല എന്നതും അതിന്റെ ഒരു അപാകതയാണ്. അപ്പൊ അപാകതയുണ്ടെങ്കിലും അതിന്റെ നന്മ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് ഒരു പോസിറ്റീവായ രീതിയിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിന് മൗലികമായിട്ടുള്ള ചില തകരാറുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞു, അതൊരു പ്രായോഗിക രാഷ്ട്രീയ പ്രശ്നമായിട്ട് ഉപേക്ഷിക്കുകയാണ്. ബിജെപിയുടെ പരാജയം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം, ആ മുന്നേറ്റത്തിൽ സംഭവിച്ച മഹത്തായ പരാജയം എന്നൊക്കെ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്ക് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളും അത്തരത്തിലുള്ള വർത്തമാനങ്ങളും ആവശ്യമാണ്. അത് ഒരു മൗലികമായിട്ടുള്ള വിഷയമായിട്ട് ഞാൻ എടുക്കുന്നില്ല. തീർച്ചയായിട്ടും വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാട് വ്യക്തമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല എന്നത് ശരിയാണ്. പക്ഷേ വളരെ മൗലികമായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയ സ്ഥിതിഗതികളെ മൗലികമായി വിലയിരുത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നതൊരു വാസ്തവമാണ്. ഇവിടെ ദളിത് പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കെ കോച്ച് പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തുകൊണ്ട് ദളിതുകൾക്ക് സ്വന്തമായിട്ട് സംഘടിക്കേണ്ടതായിട്ട് വന്നു? ആ സ്വന്തമായിട്ട് സംഘടിക്കുന്നതിന് വളരെ അവജ്ഞയോടുകൂടി ആണ് കമ്മ്യൂണിസ്റ്റുകാര് പരാമർശിക്കാർ. ഈ വേദിയിലും അതുണ്ടായി. എന്തുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് സംഘടിക്കേണ്ടതായിട്ട് വന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ട് പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് സ്വന്തമായിട്ട് സംഘടിക്കേണ്ടി വരുന്നു, സമുദായങ്ങൾക്ക് സ്വന്തമായിട്ട് സംഘടിക്കേണ്ടി വരുന്നു? കാരണം ഇവിടെ ഏത് രാഷ്ട്രീയ പാർട്ടികളും പ്രതിനിധാനം ചെയ്യുന്ന ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങൾ ഇവിടെ ഒരു 10-16% വരുന്ന ആളുകളുടെ താല്പര്യങ്ങളാണ്. അതൊരു വസ്തുതയാണ്, അതൊരു സത്യമാണ്. കഴിഞ്ഞ 60-65 വർഷമായിട്ടും മാഞ്ഞുപോയിട്ടില്ലാത്ത ഒരു വലിയ സത്യമാണ് അത്. അതുകൊണ്ടാണ് അവർക്ക് സ്വന്തമായിട്ട് അതിന് നേരെ അവഹേളനാപൂർവ്വം നമ്മൾ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. അവർ നടത്തുന്ന പോരാട്ടങ്ങളെ നമ്മൾ മോശമായി ചിത്രീകരിച്ചതുകൊണ്ട് കാര്യമില്ല. ആ പോരാട്ടങ്ങൾ വഴിതെറ്റിയതാണ്. ഇത്തരത്തിലുള്ള വഴിതെറ്റിയ പോരാട്ടങ്ങളൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തിട്ടുണ്ട്. വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ കൊലപാതകം നടത്തിയാൽ അത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എന്തെങ്കിലും അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തിയാൽ അത് ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ കാര്യങ്ങളാണ്. കല്ലുകൊണ്ടെറിഞ്ഞു കൊല്ലാൻ, തൂക്കില്ലാത്തവൻ കല്ലുകൊണ്ടെറിയുമ്പോൾ ഇസ്രയേലിൽ നമുക്കറിയാം അത്തരം ഉദാഹരണങ്ങൾ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അതുണ്ട്. ഇവിടുത്തെ മീഡിയ അത്തരത്തിലുള്ള പ്രചാരണങ്ങളും വിദ്യാഭ്യാസങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഭരണകൂടം ചെയ്താൽ നിയമപരമാണ്, വലിയ വലിയ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താൽ അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. കണ്ണൂരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അതിന് നേതൃത്വം നൽകുന്ന ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ DHRM എന്ന് പറയുന്ന ദളിത് രാഷ്ട്രീയ സംഘടന എത്ര നിസ്സാരമായ കാര്യങ്ങളാണ്. ആകെ ചരിത്രത്തിൽ ഒരു കൊലപാതകമാണ് അവരുടെ നേരെ ആരോപിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ. എത്രയെത്ര കൊലപാതകങ്ങൾ കണ്ണൂരിൽ നടന്നു, നമ്മുടെ ജില്ലകളിൽ തോറും നടന്നു, വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു. അതിനെ സംബന്ധിച്ച് ഒരു സാധാരണ സംഭവമായിട്ട്, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട്, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു, ട്യൂഷൻ നൽകിയിരിക്കുന്നു, ഇവിടുത്തെ മീഡിയ നൽകിയിരിക്കുന്നു, ഇവരൊക്കെ സകലമാന രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു. ബാക്കിയുള്ള ആളുകൾ സംഘടിച്ചാൽ അത് പ്രശ്നമാണ്, അപകടമാണ്, അത് ഭീകരവാദമാണ്, അട്ടിമറി പ്രവർത്തനമാണ്, ഈ രീതിയിലുള്ള വിദ്യാഭ്യാസം. ഇതൊക്കെ ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൗലികമായിട്ടുള്ള പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രീതിയിലുള്ള അവഗണനകളും ഈ രീതിയിലുള്ള വിവേചനങ്ങളും
പ്രശ്നത്തിന്റെ യഥാർത്ഥ മർമ്മസ്ഥാനത്ത് നിന്നുള്ള ഒളിച്ചോട്ടവുമാണ് ഇന്ത്യൻ രാഷ്ട്രീയം നേടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് തോന്നുകയാണ്. തുടർന്ന് സംസാരിച്ച ആളുകളുടെ വിശകലനങ്ങളിലേക്ക് കിടക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിലേക്ക് കിടക്കാവുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദളിത് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിവിടെ പറഞ്ഞു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ അഡ്രസ് ചെയ്യാൻ, ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ ഏറ്റവും മാരകമായ ഇന്ത്യയിലെ പ്രശ്നം ജാതീയതയാണ് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുകയാണ്. ഇവിടുത്തെ നിരക്ഷരതയേക്കാൾ, ഇവിടത്തെ സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യത്തെക്കാൾ പിന്നെ ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള, ഏറ്റവും രൂക്ഷമായിട്ടുള്ള, ഏറ്റവും മൃഗീയമായിട്ടുള്ള പ്രശ്നം ജാതീയതയാണ്. ഒരു സംശയവും അതിലില്ല. കറുത്ത വർഗക്കാരനും വെളുത്ത വർഗക്കാരനും ഇടയിലുള്ള വിവേചനത്തെക്കാൾ ശക്തമാണ് ഇത്. തീവ്രമായ വേദനയാണത്, മാരകമായ രോഗമാണത്. മരുന്നില്ലാത്ത, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മരുന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു രോഗമാണത്. ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണത്. ആ അംഗീകരിക്കപ്പെട്ട രോഗത്തിനും വിവേചനത്തിനുമുള്ള പരിഹാരം എന്ന നിലക്കാണ് സംവരണങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ നടന്നത്. സംവരണങ്ങൾക്ക് ശേഷവും അധികാര പങ്കാളിത്തം കിട്ടിയതിനു ശേഷവും പ്രസിഡന്റും പ്രധാനമന്ത്രിമാരും ഒക്കെയായി വരാവുന്ന സാഹചര്യം ഉണ്ടായതിനു ശേഷവും ഉയർന്ന പദവികളിലേക്ക് ആ വിഭാഗങ്ങൾ എത്തിപ്പെട്ടതിനു ശേഷവും ജാതീയതയുടെ വേദനയും അപമാനവും നിലനിൽക്കുന്നു എന്നത് കണ്ണു തുറപ്പിക്കേണ്ട ഒരു പ്രശ്നമാണ്. ദാരിദ്ര്യത്തെക്കാൾ വലുതാണത്, നിരക്ഷരതയേക്കാൾ വലുതാണത്. ആ ഒരു പ്രശ്നമാണ് ആ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് വളരെ രൂക്ഷമായ ഭാഷയിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അതിനെ അഡ്രസ് ചെയ്തിട്ടില്ല എന്നത് ഒരു വലിയ സത്യമാണ്. കോൺഗ്രസ് പ്രസ്ഥാനം അതിനെ അഡ്രസ് ചെയ്യുകയില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിനെ അഡ്രസ് ചെയ്യാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മർമ്മപ്രദമായ ഒരു പ്രശ്നത്തെ സമീപിച്ചു എന്ന് ആരും ധരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കത് സംബന്ധിച്ച് പറയാനുള്ളത്. പ്രൊഫസർ ഡോക്ടർ പി.ജെ. ജെയിംസ് മുഖ്യമായും പറയാൻ ശ്രമിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന്റെ ആ മൗലികമായിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മൗലികമായിട്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ വലതുപക്ഷമായിട്ടുള്ള CPI, CPM പോലെയുള്ള പാർട്ടികൾ ഒരറ്റത്ത് അത് നിൽക്കുന്നു. അജീർണമായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പക്ഷമായിട്ട് ആണ് അവർ അത്തരം പാർട്ടികളെ കാണുന്നത്. അതിന്റെ തീവ്രമായിട്ടുള്ള മറ്റൊരു അറ്റമായിട്ട് മാവോയിസ്റ്റുകളുടെ അരാജകവാദത്തെയും അക്രമ രാഷ്ട്രീയത്തെയും അതിനിടയിലുള്ള ഒരു മോഡറേറ്റ് കമ്മ്യൂണിസ്റ്റ് നിലപാട്, ഒരു യാഥാർത്ഥ്യങ്ങളോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കത് വേണ്ടത്ര മനസ്സിലായിട്ടില്ല. അത് എന്റെ ഒരു കുറ്റമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തെ വിടുകയാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടും ഈ മാവോയിസ്റ്റുകളിൽ നിന്ന് വിട്ടും മാധ്യമമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളും ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നത്തെ, ഇവിടുത്തെ വർഗീയത, സാമുദായികത, ഇവിടുത്തെ ജാതീയത, അതിന്റെ അടിസ്ഥാനത്തിലുള്ള അസമത്വങ്ങൾ, ക്രൂരമായിട്ടുള്ള അസമത്വങ്ങൾ, അതിനെ അഡ്രസ് ചെയ്യാൻ അവരുടെ ആശയപരമായിട്ടുള്ള സമീപനങ്ങൾ മതിയാവുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൗലികമായിട്ട് ഇവിടുത്തെ ഈ വലതുപക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളോ വ്യത്യാസപ്പെടുന്നില്ല എന്ന ഒരു വാസ്തവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തെ കുറിച്ച് സംസാരിച്ചത്. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ചെറുതെങ്കിലും വളരെ നല്ല ഒരു ചർച്ചയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 110-120 കോടിയോളം വരുന്ന ഒരു രാജ്യത്തെ ജനത, ഇവിടുത്തെ ഡെമോക്രസി അല്ലെങ്കിൽ ഈ രാജ്യം ഭദ്രമാണ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ സംതൃപ്തരാകുമ്പോഴാണ്, സാറ്റിസ്ഫൈഡ് ആകുമ്പോഴാണ്. ആ അർത്ഥത്തിൽ ഇവർ സാറ്റിസ്ഫൈഡ് അല്ല. ആ സാറ്റിസ്ഫാക്ഷൻ എന്നത് ഭക്ഷണത്തെ മാത്രം ആശ്രയിച്ചല്ല നിലകൊള്ളുന്നത്. തീർച്ചയായും ഭക്ഷണത്തിൽ പങ്കുണ്ട്, പാർപ്പിടത്തിന്, ആരോഗ്യത്തിന്, വിദ്യാഭ്യാസത്തിന് ഒക്കെ പങ്കുണ്ട്, അധികാര പങ്കാളിത്തത്തിനൊക്കെ പങ്കുണ്ട്. പക്ഷേ മനുഷ്യത്വം, അതിന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു വ്യക്തിത്വം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അഭിമാനബോധം, അത് ഈക്വലായിട്ട് നൽകുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചിട്ടില്ല എന്ന ഒരു വാസ്തവത്തിൽ അടിവരയിട്ടുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കും.
അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അങ്ങേയറ്റത്തെ അസമത്വം ഇവിടെ നിലനിൽക്കുകയാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ആ അസമത്വമുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭരണപരിഷ്കരണങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു അടിമത്വവും ഒരു അസമത്വവും ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിനുള്ള പരിഹാരം തേടിയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കേണ്ടത്. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നം, മൗലികമായ പ്രശ്നം എന്ന് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾക്ക്, സമയനിഷ്ഠ പാലിച്ചവർക്ക്, ഇത് വളരെ സശ്രദ്ധം കേട്ടവർക്ക് വ്യക്തിപരമായി മോഡറേറ്റർ എന്ന നിലയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.